ഹലോ ലവ് ബേർഡ്സ്, എല്ലാവരും എന്ത് പറയുന്നു? സുഖമല്ലേ എല്ലാവർക്കും? ഇപ്പോൾ സമയം എത്രയാണെന്ന് അറിയാവോ? പുലർച്ചെ 2 മണിയാണ്. ഒരു 8 മണിക്കൂറിൻ്റെ റോഡ് ട്രിപ്പും പ്ലസ് ക്യാമ്പിംഗ് ഇന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഈ പോക്കാണ് ഈ നിങ്ങൾ കാണുന്നത്. പിന്നെ ഞങ്ങളുടെ കാറ് സാധാരണ കാറല്ല കേട്ടോ, ഇത് EV ആണ് ബോസ്. അപ്പോൾ ഒരു 3 മണിക്കൂറിന് ശേഷം 45 മിനിറ്റ് വെച്ച് അതിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കണം. പുലർച്ചെ ആയതുകൊണ്ട് അടുത്ത് കടകളൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ നൈസായിട്ടൊന്ന് കണ്ണടച്ച് മയങ്ങി. ഒരു 45 മിനിറ്റ് ഞങ്ങളൊരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഒട്ടും മോർണിംഗ് പേഴ്സൺ അല്ല, എന്നെക്കൊണ്ട് കണ്ണ് തുറക്കാൻ പറ്റില്ല രാവിലെ. പക്ഷേ എൽദോയ്ക്ക് അങ്ങനെയല്ല കേട്ടോ, എൽദോന് ഒരു പ്രശ്നമില്ല. രാവിലെ ആണെങ്കിലും എൽദോ എത്ര നേരത്തെ വേണമെങ്കിലും എണീറ്റോളും. പക്ഷേ രാത്രി കുഞ്ഞിന് പെട്ടെന്ന് ഉറക്കം വരും. അതുകൊണ്ട് ഞാനായിരിക്കും രാത്രിയത്തെ ഡ്രൈവർ, പക്ഷെ രാവിലത്തെ ഡെസിഗ്നേറ്റഡ് ഡ്രൈവർ എൽദോ ആയിരിക്കും. ഫൈനലി അങ്ങനെ ഒരു ഓൺ റൂട്ട് കണ്ടു. ഞങ്ങളൊന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഓൺ റൂട്ടിൽ കയറി. രാവിലെ തന്നെ എണീറ്റതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ, എനിക്ക് വിശപ്പിൻ്റെ വിളിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഓൺ റൂട്ടിൽ നിന്നൊന്നും മേടിച്ചില്ല. പക്ഷേ എൽദോ ആണെങ്കിൽ ഒന്ന് എനർജൈസ്ഡ് ആവാൻ വേണ്ടിയിട്ട് കോഫി മേടിച്ചു. ചിലർക്ക് അങ്ങനെയാട്ടോ, രാവിലെ തന്നെ ചൂടുള്ള കോഫി ചായ അങ്ങനെ എന്തെങ്കിലും വയറ്റിൻ്റെ ഉള്ളിൽ ചെല്ലില്ലെങ്കിൽ അവർക്കങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കും അങ്ങനെയാണോ? എന്തെങ്കിലും ഇങ്ങനെ രാവിലെ ഒരു എനർജൈസ്ഡ് ഡ്രിങ്ക് മസ്റ്റ് മാൻഡേറ്ററി ആണോ? അങ്ങനെ സൺറൈസ് ഞാൻ കുറേ നാളിന് ശേഷം കാണാനിടയായി. ഇതൊരിക്കലും ഞാൻ എൻ്റെ ലൈഫിൽ കാണാറില്ല. ഞാൻ അത്രയും നേരത്തെ ഒരിക്കലും എണീക്കാറില്ല. ഭാഗ്യത്തിന് ഞാൻ മൂഡ് ഓഫ് അല്ല. യൂഷ്വലി ഇത്രയും നേരത്തെ എണീറ്റ് എനിക്ക് ദേഷ്യം, സങ്കടം എല്ലാം കൂടി ഒരു റോളർ കോസ്റ്റർ ഓഫ് ഇമോഷൻസ് ആയിരുന്നു. ബട്ട് എനിക്കിന്ന് ഞാൻ ഹാപ്പിയാണ്. പണ്ട് ഞാൻ വീട്ടുകാരുടെ കൂടെ റോഡ് ട്രിപ്പൊക്കെ പോകുമ്പോൾ വിൻമിൽസ് കാണുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആവായിരുന്നു. ചെറിയ കൊച്ചായതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഞാൻ റോഡ് ട്രിപ്പിൽ വിൻമിൽസൊക്കെ കാണുവാണെങ്കിൽ പ്രത്യേകിച്ച് എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പ്രായം കൂടുന്തോറും നമ്മളിലുള്ള എക്സൈറ്റ്മെൻറ്റ് കുറഞ്ഞു വരുന്നു. നമ്മൾ ഫൈനലി ഇന്ന് പോകാൻ പോകുന്നത് ടിപ്പ് ഓഫ് കാനഡ, അതായത് കാനഡയുടെ അറ്റം. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്, കാരണം 2 ലേക്കും തമ്മിൽ കൂടി ചേരുന്ന ഒരു പോയിൻറ്റും കൂടിയാണത്. ഞങ്ങളിവിടെ എത്തിയപ്പോഴാണ് ആ ചതി മനസ്സിലാവുന്നത്. അതായത് കാർ അങ്ങോട്ടേക്ക് പോവില്ല, നമ്മൾ 2 കിലോമീറ്റർ നടക്കണം. അതായത് ഏതാണ്ട് 45 മിനിറ്റ്സ് ഉണ്ട് നടക്കാൻ. അതിലൊന്നും ഞങ്ങൾ തളരില്ല മോനെ. രാവിലെ തന്നെയല്ലേ, 45 മിനിറ്റ്സ് അല്ലേ ഉള്ളൂ വൺ വേ. ഞങ്ങൾ 2 പേരും ഒരു ബോട്ടിലും പിടിച്ച് പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് നടന്നു. പക്ഷേ നടന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത്. ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ ഹീറ്റ് വാർണിംഗ് ഉണ്ടായിരുന്നു. അമ്മ, ഇവിടെ ഹീറ്റ് വാർണിംഗ് വന്നാൽ നമ്മളങ്ങ് ചത്ത് വെന്തുരുക്കും. പോകുന്നിടയ്ക്ക് ഒരു ഒബ്സർവേഷൻ ഡെക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 50 സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. രാവിലെ തന്നെയല്ലേ, എക്സസൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഒന്നും നോക്കിയില്ല. അങ്ങ് ഞാൻ 50 സ്റ്റെപ്പ് കയറിയതുകൊണ്ട് നഷ്ടമൊന്നും വന്നില്ല കേട്ടോ. കാരണം നിങ്ങൾ നോക്കിക്കേ, വ്യൂ പോയിൻ്റ് കിടിലോ ആയിരുന്നു. അത് കാണുമ്പോൾ തന്നെ നല്ല നീല നിറത്തിലുള്ള വെള്ളം, എടുത്ത് ചാടാൻ തോന്നി ഇതൊക്കെ കാണുമ്പോൾ. പക്ഷേ വെള്ളത്തിൽ നല്ല തണുപ്പായിരുന്നു. ഇവിടെ നിന്ന് ഫൈനലി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി കുറച്ചും കൂടി ഉള്ളൂ നടക്കാൻ. ഇനി കുറച്ചും കൂടി ഒന്ന് മനസ്സ് വെച്ചാൽ ഞങ്ങൾ വേഗം ടിപ്പിലോട്ട് എത്തുമെന്ന്. അങ്ങനെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ വീണ്ടും അങ്ങ് നടക്കാൻ തുടങ്ങി. ഏതാണ്ട് അങ്ങ് എത്താറായപ്പോഴേക്കും ഞാനങ്ങ് ഫുൾ നനഞ്ഞ് കുഴഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലായിരിക്കും, കാരണം വേർത്ത് കുളിച്ചു എന്ന് പറയുമ്പോൾ അത്രയ്ക്കും ചൂടായിരുന്നു. അത്രയ്ക്കും ചൂടെന്ന് വെച്ചാൽ അത്രയ്ക്കും ചൂട്. എന്താണെന്ന് അറിഞ്ഞൂടാ, എൽദോന് അത്രയും ചൂട് തോന്നിയില്ല. കാരണം അവൻ ഹാഫ് സ്ലീവ് ഇട്ടതുകൊണ്ടായിരിക്കാം. ഞാൻ തണുപ്പായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ഫുൾ സ്ലീവ് ഇട്ടു. വെതർ വാർണിംഗ് നോക്കിയില്ല, എൻ്റെ മിസ്റ്റേക്കാണ്. അങ്ങനെ ഫൈനലി ഞാൻ കാനഡയുടെ ടിപ്പിലെത്തിയിട്ടോ. കാരണം 2 വശത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 2 വലിയ സീ പോയിൻ്റ് കാണാം. അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും വരുന്നുണ്ട്. അത് രണ്ടും ജോയിൻ ആവും. ആ ഒരു ടിപ്പ് പോയിൻ്റ് കാണാൻ നല്ല ഭംഗിയായിരുന്നു. രാവിലെ തന്നെ ആയതുകൊണ്ട് ഇവിടെ ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് മാത്രമായിട്ട് ഹോൾ ഏരിയ കിട്ടി. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ കുറച്ച് ടൈം അങ്ങ് സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ വീണ്ടും കാൽനട യാത്ര അങ്ങ് തുടങ്ങി. തുടങ്ങിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഷട്ടിൽ ബസ് ദേ ആൾക്കാരെ പിക്ക് ചെയ്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നു. ഇത് വൻ ചതിയായിരുന്നു. കാരണം രാവിലെ നടക്കാനുള്ള എക്സൈറ്റ്മെൻറ്റ് ഇപ്പോൾ തിരിച്ച് നടക്കാൻ ഒട്ടും ഉണ്ടായിരുന്നില്ല. ഈ ചൂട് എനിക്ക് ഒട്ടും താങ്ങാൻ പറ്റിയില്ല, അത്രയ്ക്കും ചൂടായിരുന്നു. അതിന് മുടിയൊക്കെ പിടിച്ച് കെട്ടി. പിന്നെ ഈ നാഷണൽ പാർക്കിൽ തന്നെ വേറൊരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു, ഒരു ചെറിയൊരു പോയിൻ്റ്. കനോയിങ് ഒക്കെ ചെയ്യാം അവിടെ. പക്ഷേ എനിക്ക് ഒട്ടും ഇന്ന് മനസ്സുണ്ടായിരുന്നില്ല കനോയിങ് ചെയ്യാൻ. ഈ വെയിലത്ത് ഞാനിനി കനോയിങ് കൂടി ചെയ്താൽ കരിഞ്ഞ് തീപ്പൊരിയായിട്ട് വരും ചിലപ്പോൾ. ലാസ്റ്റ് എൽദോനെ എന്നെ തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് കനോയിങ് വേണ്ടെന്ന് വിചാരിച്ചു ഞാൻ നോക്കുമ്പോൾ കുറച്ച് പേരൊക്കെ കനോയിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ആലോചിക്കായിരുന്നു ഈ വെയിലത്ത്, ഈ പൊരിഞ്ഞ വെയിലത്ത് എങ്ങനെ ഇവർക്ക് ചെയ്യാൻ പറ്റിയെന്ന്. കാരണം ഇപ്പോൾ ഒരു 11 മണി ആയി കാണും, നട്ടുച്ച ആ ഒരു ടൈമായിരുന്നു.
ഹാ നട്ടുച്ചാന്ന് പറഞ്ഞില്ല, അപ്പോഴേക്ക് എനിക്ക് വിശപ്പിൻ്റെ വിളി വന്നു കേട്ടോ. രാവിലെ ഒന്നും കഴിക്കാത്തത് കൊണ്ടായിരിക്കണം, പിന്നെ ഇത്രയും നടന്നല്ലോ, വൺ എക്സസൈസ് ആയിരുന്നു രാവിലെ തന്നെ. അപ്പോൾ എനിക്ക് വിശപ്പിൻ്റെ വിളി വന്നു. ഇനി നെക്സ്റ്റ് ഞങ്ങളുടെ ക്യാമ്പിങ്ങിന് പോകാനുള്ള സമയമായിട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പയ്യെ അങ്ങ് സ്കൂട്ടായി, കാരണം മുത്തുമോൾക്ക് വീണ്ടും 45 മിനിറ്റ് അങ്ങ് ഭക്ഷണം കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ പാർട്ട് 2 ഓഫ് ക്യാമ്പിംഗ്.